അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ജനത്തിന്റെ ദുഷ്ടത അങ്ങ് ക്ഷമിച്ചു. അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു. കോപമെല്ലാം അങ്ങ് ദൂരെ അകറ്റി. അങ്ങയുടെ ഉഗ്രകോപം പിൻവലിച്ചു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. അങ്ങയുടെ രോഷം പിൻവലിക്കണമേ. എന്നേക്കും അങ്ങ് ഞങ്ങളോട് കോപിക്കരുതേ. തലമുറകളോളം അങ്ങയുടെ കോപം നിലനിർത്തരുതേ. അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ. കർത്താവായ ദൈവത്തിന്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ. തന്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു. ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവിടുത്തെ രക്ഷ സമീപസ്ഥമാണ്. ദൈവമഹത്വം ദേശത്ത് നിലനിൽക്കും. കൃപയും സത്യവും കണ്ടുമുട്ടും. നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. ആകാശത്ത് നിന്ന് നീതി കടാക്ഷിക്കും. കർത്താവ് തന്റെ നന്മകൾ പ്രദാനം ചെയ്യും. ഭൂമി അതിന്റെ വിളവ് നൽകും. നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും. അവന്റെ പാതകൾ ഭൂമിയിൽ ക്രമപ്പെടുത്തും. കർത്താവേ, ചെവി ചായ്ക്കണമേ. എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അഗതിയും നിസ്സഹായനുമാകുന്നു. അങ്ങ് നല്ലവനാകുന്നുവല്ലോ. എന്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ ദാസനെ രക്ഷിക്കണമേ. എന്റെ പ്രത്യാശ അങ്ങിലാണല്ലോ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്നെന്നും ഞാൻ അങ്ങേ വിളിക്കുന്നു.
അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നല്ലവനാണല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കൃപാവരം സമൃദ്ധമാണ്. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. ഞെരുക്കകാലത്ത് ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരമരുളി. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അങ്ങയുടെ പ്രവൃത്തികൾ അതുല്യമാണല്ലോ. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജനതകളും അങ്ങയെ ആരാധിക്കും, അങ്ങയുടെ നാമം സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വലിയവനാകുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങ് മാത്രമാകുന്നു ദൈവം. കർത്താവേ, അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ. സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ. തിരുനാമത്തെ ഭയപ്പെടുന്നവരിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമമെന്നും സ്തുതിക്കും. അങ്ങയുടെ കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു. സിയോലിൽ നിന്ന് അങ്ങ് എന്നെ വീണ്ടെടുത്തു. ദൈവമേ, ദുഷ്ടന്മാർ എനിക്കെതിരായി നിരന്നു. ശക്തരുടെ സമൂഹം എന്റെ ജീവനെ തേടി, അങ്ങേ അവർ ഓർത്തില്ല. കർത്താവായ ദൈവമേ, അങ്ങ് കാരുണ്യവാനും ദയാനിധിയും ശാന്തശീലനുമാണ്. അങ്ങിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, എന്നിലേക്ക് തിരിയണമേ. എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ ദാസന് ശക്തി നൽകണമേ. ദാസിയുടെ പുത്രനെ സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നന്മയുടെ അടയാളം അങ്ങ് എന്നിൽ പതിക്കണമേ. എന്റെ വിരോധികൾ അത് കണ്ട് ലജ്ജിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായേ, നീ അനുതാപികളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മുട്ടുവിൻ, നിങ്ങൾക്കായി തുറക്കപ്പെടും. വിശ്വാസത്തിൻ തികവോടെ വാതിൽ മുട്ടി വിളിച്ചിടും. ദാസർക്കുത്തരമെന്നാളും നൽകുന്നവനാം കർത്താവേ, കരുണാവാതിലിൽ അനുവേലം മുട്ടി വിളിക്കും ഞങ്ങൾക്കായി കനിവോടുത്തരമരുളണമേ. ആരാധകരെ കാക്കണമേ. തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. അനുതാപത്തിൻ തികവോടെ പാവപ്പൊറുതീരന്നീടിൽ മോചനമേകിടുമെന്നല്ലോ കർത്താവേ, നീ ഉര ചെയ്തു. മാനവ പാപക്കറയെല്ലാം കഴുകിക്കളയാൻ കനിയണമേ. 100 മടങ്ങു ഫലം നൽകാൻ അധരം നിർമ്മലമാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗധനത്താൽ സമ്പന്നം നിന്നുടെ കൃപതൻ നിക്ഷേപം അലിവോടിന്നു തുറക്കേണം. ദാനവരങ്ങൾ നൽകേണം. കർത്താവാം നിൻ സ്തുതി പാടാൻ അധരപുടങ്ങൾ തുറക്കേണം. ദാസരണയ്ക്കും യാചനകൾ ഉത്തരമരുളാൻ കനിയേണം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ
കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വ